ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തിയോട് അലീനെ തുറന്നു പറയാണ്, എനിക്ക് കിട്ടിയ സ്ഥാനം എന്തായാലും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് പറയുകയാണ്. വൈജയന്തി ദേഷ്യത്തോട് കൂടിയിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയെയും കൊണ്ട് വൈജയന്തി പോവുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്നെ രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ കൊണ്ടുപോകുന്നതെന്ന്. കമലയുടെ അടുത്ത് പോകാനായിട്ട് മുത്തശ്ശിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അങ്ങനെ ഇവർ രണ്ടുപേരും പോകുന്നത് നോക്കിയിട്ട് ബാബിയും കൃഷ്ണമോളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ നിസ്സഹായാവസ്ഥയായില്ല നിൽക്കുകയാണ് കേട്ടോ. കാരണം മുത്തശ്ശി പോയപ്പോൾ അലീനയ്ക്ക് വലിയ സങ്കടമാവാണ്. അങ്ങനെ കൊല്ലപ്പള്ളിയിൽ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് എൻ്റെ വീടല്ല, അത് ബാലേന്ദ്രൻ്റെ വീടല്ലേ, എനിക്ക് അവിടെ എന്താ അവകാശം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നോട് ചോദിക്കാതെ എൻ്റെ സമ്മതം ഇല്ലാതല്ലേ അവളെ ദത്തുപുത്രിയായിട്ട് വാഴിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൽ കൂട്ടത്തിൽ കമല പറയുന്നുണ്ട് മുത്തശ്ശിയോട്, എന്തായാലും ഞാൻ അധികം നാൾ ഇവിടെ കെടുത്തി പൊറപ്പിക്കൂല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം മുത്തശ്ശി അവിടേക്ക് ചെല്ലുന്നത് കമലയ്ക്കും ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ വൈജയന്തി തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ, പോയതുപോലെ തന്നെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ബാബി ഓടി ചെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞങ്ങളുടെ അച്ഛനെ ഇപ്പോൾ അലീനെ അച്ഛൻ തന്നെയാണ് വിളിക്കുന്നത് പറയുകയാണേ. അപ്പോൾ വൈജയന്തി വന്നിട്ട് അലീനോട് ദേഷ്യപ്പെടുകയാണ്, എൻ്റെ മക്കളുടെ അച്ഛനെ അച്ഛാന്ന് വിളിക്കാനായിട്ട് എന്ത് അവകാശമാണ് നിനക്കുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, മകളാണെന്നുള്ള അവകാശം തന്ന ആൾ തന്നെയാണ് പറഞ്ഞത് അച്ഛാന്ന് വിളിച്ചോളാൻ, അതുകൊണ്ടാണ് ഞാൻ അച്ഛാന്ന് വിളിക്കുന്നത്, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും വിളിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയാണ് പ്രമോൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.